ബാലൻ അത്രയും ആഘോഷിക്കപ്പെട്ടു. അമ്മയും കുഞ്ഞിനെയും നമ്മൾ ഒരുപാട് ചേർത്ത് പിടിച്ചു. അതിന്റെ പുറകില് ഒരാളുണ്ട്, നമ്മളെ എപ്പോഴും ഹോണ്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. എത്രത്തോളം ആളുകള് ആ സിനിമ കഴിഞ്ഞിട്ട് ആ ക്യാരക്ടറിനെ കുറിച്ച് ഓർത്തു എന്നുള്ളത് അറിയില്ല. അർച്ചന ഉണ്ട് നമ്മുടെ കൂടെ. അർച്ചന വെൽക്കം. താങ്ക് യു സോ മച്ച്. അർച്ചനയെ കുറിച്ച് ഒരുപാട് പേർക്ക് ചിലപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയണ്ടാവില്ല. അർച്ചന ഒരു ആക്ടറാണ്, അസിസ്റ്റന്റ് ഡയറക്ടറാണ്, ക്യൂറേറ്റർ ആണ്, ഓഫ് കോഴ്സ് നമ്മൾ പരിചയപ്പെട്ടത് ആ നിലയ്ക്കാണ്. മോഡറേറ്റർ ആണ്, ഒരു നല്ല ആക്ടിവിസ്റ്റ് ആണ്. സോ ഇതില് ഏതാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്? അർച്ചന എന്ന് പറയുമ്പോൾ ഐഡന്റിറ്റി പറയുന്നത് എങ്ങനെയാണ്? ആക്ടറായിട്ടാണ് പ്രൈമറിലി ഇപ്പൊ ഐഡന്റിഫൈ ചെയ്യണത്. ആർട്ടിസ്റ്റ് ആയിട്ടാണ് ഐഡന്റിഫൈ ചെയ്യണത്. മേ ബി ദാറ്റ്സ് ബെറ്റർ. അപ്പൊ കുറച്ചും കൂടി നമുക്ക് എല്ലാം അതിനകത്ത് ചേർത്ത് വെക്കാമല്ലോ. സോ ആർട്ടിസ്റ്റ് ആയിട്ടിരിക്കുക, സാധ്യമായ രീതിയിലൊക്കെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പരിപാടി. ഈ ബാലനിൽ ഇത്രയും ചർച്ച ചെയ്യപ്പെട്ടു, ആളുകൾ ഒരു കണ്ടുകൊണ്ട് അത് പറയാണ്. അതൊരു ഫീൽ അല്ലേ? കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ ഒരുപാട് ചർച്ച ചെയ്യുന്നു, നമുക്ക് അതിനെ കുറിച്ചൊന്നും മിണ്ടാൻ വയ്യ എന്നുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ. സോ ഹൗ ഡിഡ് യു ഫീൽ? ഐ ഫെൽറ്റ് അത് രസമായിരുന്നു. എന്ന് വെച്ചാല് ഈ സിനിമ കാണുമ്പോഴാണ് അതിന്റെ ഒരു എക്സാക്ട് പ്ലേസ്മെന്റ് സിനിമയിൽ എങ്ങനെയാന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഒരു ധാരണ ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ. ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് ആ ക്യാരക്ടറിന് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മിണ്ടാണ്ടിരിക്കുക. കാരണം അതിനകത്ത് മനുഷ്യര് കാണുമ്പോൾ ഉള്ള ഒരു രസം നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. അപ്പൊ നമ്മളിങ്ങനെ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ്, അപ്പോ അങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നതിൽ ഒരു രസം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ OTT-യിൽ ഇറങ്ങിയതിന് ശേഷം പിന്നെ ആളുകൾ അതിങ്ങനെ അതിന്റെ വീഡിയോ തന്നെ കട്ട് ചെയ്തിടാൻ തുടങ്ങി. അപ്പോ അപ്പൊ അതൊരു വേറെ രസം. മിണ്ടാതിരിക്കുന്നത് ഒരു രസമായിരുന്നു. ടു സീ വാട്ട് ഈസ് ഹാപ്പനിങ്. പിന്നെ തിയേറ്ററിൽ പോയിട്ട് ആൾക്കാരുടെ കൂടെ ഇരുന്ന് കാണുമ്പോഴും പെട്ടെന്ന് അങ്ങനെ ആളുകൾക്ക് മനസ്സിലാവൊന്നുമില്ല. എന്നാലും ചിലർക്ക് മനസ്സിലാവും. അപ്പൊ ദെൻ ദ ഇമ്പാക്ട് ഇസ് ഹ്യൂജ്. സിനിമ ഒരു കാലഘട്ടം വരെ എല്ലാവർക്കും ഇതൊരു എന്റർടൈൻമെന്റ് എന്നുള്ള നിലയ്ക്ക് മാത്രമായിരുന്നു. അതിനുശേഷം പൊളിറ്റിക്കലി ഹൗ ഹ്യൂമൻ ഷുഡ് ബി, ആ തരത്തിലുള്ള ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇത് ചോദിക്കാൻ കാരണം 9 പെൺ സിനിമകൾ ഒരു 8 വർഷം മുൻപാണ് അർച്ചന അത് ക്യൂറേറ്റ് ചെയ്തിട്ടുള്ളത്. അത്ര ചെറിയ ഏജിലെ തന്നെ യു ഹാവ് തോട്ട് അബൌട്ട് ഇറ്റ് ബിയോണ്ട് ആൻ എന്റർടൈൻമെന്റ്. അത് ഏത് കാലഘട്ടത്തിലാണ് അതിനെ സ്വാധീനിച്ചത്? എങ്ങനെയാണ്? ഇതെന്റെ സ്ഥലം മഞ്ചേരിയാണ്, മലപ്പുറത്ത്. അപ്പൊ മഞ്ചേരിയില് ഞാൻ അവിടെ ഒരു കോളേജില് ഞാൻ ഇംഗ്ലീഷാ പഠിച്ചത്. അപ്പൊ ഞാൻ കോളേജിൽ പഠിക്കുമ്പോ തന്നെ ദർ ഇസ് ദി സ്മോൾ ഫിലിം സൊസൈറ്റി, മൊണ്ടാഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഐ യൂസ് ടു ഗോ ഫോർ എന്താ പറയാ, ചുമ്മാ സിനിമകൾ കാണുക. അപ്പോ വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിലും ഇന്ത്യയിലൊക്കെ പ്രമുഖരായിട്ടുള്ള ഡയറക്ടേഴ്സ് ഞങ്ങളുടെ ഒരു സ്മോൾ ടൗണിൽ വരുമായിരുന്നു. എനിക്ക് തോന്നുന്നു അത് കേരളത്തിന്റെ ഒരു ഫിലിം സൊസൈറ്റി മൂവ്മെന്റിന്റെ ഒരു രസകരമായ വശമാണ്. അത് എത്രത്തോളം ആളുകൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും റൈറ്റ് ടൈമിൽ അറ്റ് ദ റൈറ്റ് ഏജിന് എനിക്കറിയില്ല. പക്ഷെ ആക്സിഡന്റലി ഞാൻ കോളേജിൽ പഠിക്കുമ്പം എന്റെ അധ്യാപകര് ഇതും ഈ സൊസൈറ്റി ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത ആൾക്കാരായിരുന്നു. നമ്മൾ ലിറ്ററേച്ചർ ആണ് പഠിക്കുന്നത്. അപ്പൊ ഒരു അക്കാഡമിക് സൈഡിലാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയായിട്ട് കണക്ട് ചെയ്യണത്. അപ്പൊ അത് അങ്ങനെ സ്വാഭാവികമായിട്ട് സിനിമ സ്ക്രീൻ ചെയ്യുക, അതിനെപ്പറ്റി സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു തരം ശീലമായി മാറി. ഒരു ഭയങ്കര ഒരു അതിനകത്തൊരു രസമുണ്ട്, അതിനകത്തൊരു ഒരു കിക്ക് ഉണ്ട്. നല്ല രസമുള്ള ഒരു ഫിലിം മേക്കറിന്റെ ഒരു സിനിമ സ്ക്രീൻ ചെയ്തിട്ട് ആളുകൾ അതിനോട് റെസ്പോണ്ട് ചെയ്യണതും ആളുകൾ പരസ്പരം ഇരുന്ന് സംസാരിക്കുന്നതും അതിന്റെ ഒരു കിക്ക് എനിക്ക് അപ്പൊ കിട്ടി. അത് ഇവഞ്ച്വലി ഒരു ക്യൂറേഷൻ അങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ട് ഇവോൾവ് ചെയ്ത് വന്നതാ. സ്ക്രീനിൽ കണ്ടിട്ടുള്ളത് ഒരുപാടുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് നോട്ടീസ് ചെയ്തിട്ടുള്ള ഇലവിഴ നായാട്ട്, വണ്ടർ വിമൻ, ബാലൻ ഒക്കെയാണ്. അപ്പോൾ ഒരു ക്രിയേറ്റീവ് എലിമെന്റും കൂടി ഉണ്ട് അതിലും. ഈ സിനിമകളൊക്കെ ഒരു ക്രിയേറ്റീവ് ഇതിലും ഉള്ള സീൻസ് അടുക്കി വെക്കുന്ന ഒരു ഇപ്പൊ പ്രത്യേകിച്ച് റീൽസിനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് ആളുകൾ സിനിമ അങ്ങനെ വേണം, അല്ലെങ്കിൽ അങ്ങനെ വേണം ആസ്വദിക്കാൻ എന്നുള്ള രീതി. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഫിലിം മേക്കർ ഈസ് സംതിങ് ബിയോണ്ട് എന്നുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ആ ഒരു മനസ്സിലാക്കൽ എപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്? ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് സിനിമയുടെ ഒരു സെറ്റിൽ വർക്ക് ചെയ്യുന്നത് AD ആയിട്ടാണ്, ആക്ടറായിട്ടല്ല. അപ്പോ സോ നമ്മൾ ആദ്യം സിനിമ സ്ക്രീൻ ചെയ്യുന്നു, സിനിമ കാണുന്നു, നമുക്ക് എക്സൈറ്റ്മെന്റ്, അയ്യോ ഭയങ്കരമായിട്ട് നമുക്ക് വളരെ ചെറിയ കുട്ടിയാണല്ലോ. അപ്പം
നമുക്ക് മനസ്സിലാവണമെന്നില്ല, പകുതിയൊക്കെ പിടികിട്ടുള്ളൂ, എന്നാലും എന്തൊക്കെയോ കാര്യമായി ഇവിടെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു. നമ്മൾ അതുമായിട്ട് എൻഗേജ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നു കഷ്ടപ്പെട്ട്. ബുദ്ധിയുണ്ടെന്നൊക്കെ എന്താ പറയാ. അപ്പോ നമ്മളത് പിന്നെയാണ് പതുക്കെ പതുക്കെയാണ് ഇതിന്റെ ഒരു രസം, ശരിക്കും രസമാണ് ആ വാക്കെന്ന് തോന്നും ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ. അപ്പൊ നമുക്കിങ്ങനെ അതൊരു ആസ്വദിക്കാൻ പറ്റുക, സിനിമേനെ ആർട്ട് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്ന ഒരു സ്പേസിലേക്ക് എത്തണത്. അതിനുശേഷം ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കണം തന്നെയായിരുന്നു എന്റെ ആഗ്രഹം. ഒന്ന് രണ്ട് നാടകങ്ങൾ കോളേജിൽ മഹാരാജാസിലെ നാടകമൊക്കെ ചെയ്തിട്ടുണ്ട്. ശേഷം ഞാനൊരു ഓഡീഷന് പോവുകയും ഓഡീഷൻ എനിക്ക് കിട്ടിയില്ല. ദ ഫിൽം മേക്കർ ടോൾഡ് മീ യു ആർ എ വെരി ഗുഡ് ആക്ടർ, പക്ഷെ നോട്ട് ഫോർ ദിസ് റോൾ. അപ്പോ ഞാൻ ആ അപ്പൊ ഞാൻ ആഹാ, എന്നാ പിന്നെ എന്താ മാർഗം, എനിക്ക് എങ്ങനെയെങ്കിലും സിനിമയുടെ ഒരു പ്രോസസ്സ് അറിയണം. അപ്പൊ അന്ന് കൃത്യമായിട്ട് ഇത് തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടതെന്നുള്ള ധാരണയൊന്നുമില്ല. സിനിമ ഇഷ്ടമാണ്, ഈ മീഡിയ ഇഷ്ടമാണെന്നേ അറിയുള്ളൂ. ദാറ്റ് വാസ് സഞ്ജു സുരേന്ദ്രൻ. അപ്പോ സഞ്ജു ഏട്ടന്റെ ഏതൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഹി സെഡ് യു വെരി ഗുഡ് ആസ് എൻ ആക്ടർ, പക്ഷെ ഈ സിനിമയ്ക്ക് എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ആസ് എൻ ആക്ടർ വേണ്ട, പക്ഷെ ഹി സെഡ് അപ്രിഷിയേറ്റഡ് മൈ ക്രാഫ്റ്റ്. എന്നിട്ട് ഐ ആസ്ക്ഡ് ഹിം എനിക്ക് എ ഡി ആവാൻ പറ്റുമെന്ന്. ഹി ടുക്ക് സം ടൈം ആൻഡ് സെഡ് യെസ്. അപ്പോ അതാണ് എന്റെ ആദ്യത്തെ സിനിമ. അപ്പോ ഒരു ഓൺസെറ്റ് എക്സ്പീരിയൻസ് ആ സിനിമയാണ്. അതെന്ന് പറയുന്നൊരു എനിക്ക് തോന്നുന്നൊരു കുറേ FTIയിൽ പഠിച്ചു വന്നിട്ടുള്ള ടെക്നീഷ്യൻസ്, മനീഷ് മാധവൻ ആണ് ക്യാമറ, ലൈക് ഓൾ ഓഫ് ദം ആർ വെരി ഗുഡ് ടെക്നീഷ്യൻസ്, പഠിച്ചിറങ്ങിയിട്ടുള്ള. അപ്പൊ അങ്ങനെ ഒരു സെറ്റിലാണ് ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യണത്. ശേഷമാണ് ഞാൻ അഭിനയിക്കണത്. അതിനുശേഷമാണ് കുഞ്ഞു കുഞ്ഞു ഇൻഡിപെൻഡന്റ് സിനിമകളും പിന്നെ KR നാരായണിലെ കുട്ടികളുടെ കുറെ സിനിമകള്, അത് അവരും പഠിക്കായിരുന്നു ഞാനും പഠിക്കായിരുന്നു. ഒരു സേഫ് പ്ലേസ് ടു എക്സ്പെരിമെന്റ് ആയിരുന്നു പാവം കുട്ടികള്. ഞാനിങ്ങനെ പറയും, അവർക്ക് അഫോർഡ് ചെയ്യാവുന്ന ഒരു നടി അന്ന് കേരളത്തിൽ ഞാനായിരുന്നു. സോ ഞങ്ങള് രണ്ട് കൂട്ടരും കൂടെ അവരവിടെ കോഴ്സ് ചെയ്തു, ഞാൻ അവിടെ പോയി ഓരോ സിനിമയിൽ അഭിനയിക്കുന്നു, പഠിക്കുന്നു. ഇപ്പൊ നമുക്ക് അന്ന് ചെയ്ത അഭിനയമൊന്നും കണ്ടിരിക്കാൻ പറ്റില്ല, ഇറങ്ങി ഓടാൻ തോന്നും. പക്ഷെ അത് അന്ന് ചെയ്തത് കൊണ്ടായിരിക്കും ഇപ്പൊ നമുക്ക് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന വർക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇസ് ആസ് എ AD. അപ്പോ ഈ ഫിലിം മേക്കേഴ്സുമായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോഴും ഇവരെ ഫിലിം മേക്കറുടെ ഒരു ബ്രെയിൻ എങ്ങനെയാ വർക്ക് ചെയ്യണതെന്ന് നമുക്ക് കുറച്ചും കൂടി അറിയാം. കാരണം നമ്മളൊരു AD ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ടും എന്താണ് ഒരു സിനിമയുടെ പുറകിൽ നടക്കുന്നത് എന്നുള്ള ആ പ്രോസസ്സിനെ പറ്റി ഭയങ്കര അവെയർ ആണ്. യു ബീൻ പാർട്ട് ഓഫ് ഇറ്റ്, യു ബീൻ പാർട്ട് ഓഫ് കാസ്റ്റിംഗ്, യു ബീൻ പാർട്ട് ഓഫ് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാ ഹാൻഡിൽ ചെയ്യുക, കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാ ഹാൻഡിൽ ചെയ്യുക, അതിനകത്ത് എന്ത് തരം പ്രഷർ അവർക്കൊക്കെ ഇടയിൽ വർക്ക് ചെയ്യാന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ഇവരുടെയൊക്കെ ഓരോ ഇൻഡിവിജ്വൽ ഫിലിം മേക്കേഴ്സിന്റെ കൂടെയും വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ഈസി ആയിട്ട് ഫിലിം മേക്കറുമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അവരുടെ ഒരു ഇന്റൻഷൻ എനിക്ക് കുറച്ച് എളുപ്പം പിടികിട്ടുന്നത് ഒരു പക്ഷേ ഇങ്ങനെ ഒരു ലേണിംഗ് പ്രോസസ്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. നമ്മളിങ്ങനെ പുറത്തു നിന്ന് ഒരു ആക്ടറായിട്ട് മാത്രം എൻട്രി ചെയ്യുന്നതിനെക്കാട്ടിലും. സോ അഞ്ജലി എന്ത് പറഞ്ഞാലും എനിക്ക് മനസ്സിലാവും. മാർട്ടിൻ പ്രക്കാട്ട് ഇസ് എ ഫിലിം മേക്കർ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള നുവാൻസസ് ഒക്കെ തരും. അപ്പൊ അത് ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും, വളരെ ടെക്നിക്കൽ ആയിരിക്കും. ആ സ്പെസിഫിക് സാധനം മൊത്തം പെർഫോമൻസിനെ മാറ്റുന്നത്. ചിതു വാസ് വെരി കാം. നമുക്ക് സമാധാനമായിട്ട് എന്റെ അടുത്ത് വളരെ കൃത്യം കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ, ഒട്ടും കോംപ്ലിക്കേറ്റ് ചെയ്യാതെ. എനിക്ക് ഒരുപാട് ധാരണയൊന്നും തന്നിട്ടില്ല. ഹി ജസ്റ്റ് വാണ്ടഡ് ആ ഷോട്ടിന് എന്താണ് ആൾക്ക് വേണ്ടതെന്ന് ആള് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആള് വാങ്ങിയെന്നല്ലാതെ എനിക്ക് ഷെർലിയുടെ മൊത്തം കഥയൊന്നും അറിയില്ല. അപ്പൊ ഞാൻ ഇൻ ബിറ്റ്വീൻ ഐ വെന്റ് ആൻഡ് ടോൾഡ് ഹിം ഷെർലിക്ക് ഒരു കഥയുണ്ട്, ഞാൻ പിന്നെ പറഞ്ഞുതരാന്ന്. ബിക്കോസ് ഐ ഹാഡ് ടു ബിൽഡ് എ ബാക്ക് സ്റ്റോറി. എനിക്ക് കറക്റ്റ് എന്താണ് ഈ സിനിമയ്ക്ക് അത് സംഭവിക്കണമെന്നൊന്നും ഷൂട്ട് ചെയ്യുമ്പോൾ അറിയില്ലായിരുന്നു. അതെനിക്ക് ചോദിക്കാൻ വരികയായിരുന്നു. ആക്ച്വലി ബാലനില് പ്രത്യേകിച്ച് ഒരു ഡയലോഗ് ആ രീതിയിൽ ഇല്ലെങ്കിലും ഇറ്റ് സ്പീക്സ് എ ലോട്ട്. സൈലൻസിൽ ഒരുപാട് സംസാരിക്കുന്നു എന്ന് പലപ്പോഴും നമ്മൾ പറയുന്നത് മ്യൂസിക് ഓഫ് സൈലൻസ് എന്നൊക്കെ പറയുമെങ്കിലും ഈ ഒരു കഥാപാത്രത്തിന്റെ ആ ഒരു സംഭവം ഉണ്ട്. അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ, ലൈക്ക് എന്ന് ചെയ്തു പറഞ്ഞ് എടുത്ത് എക്സ്ട്രാക്ട് ചെയ്തു എന്ന് പറഞ്ഞു. എന്നാൽ പോലും യു ഹാവ് ടു ഡു സംതിങ് ലൈക്ക്
യുനോ അത് 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 ഈ പറഞ്ഞ ജേർണി ഒക്കെ സമയം ഒരുപാട് എടുത്തു. പക്ഷെ the whole journey is quite interesting. The way you were talking about your, AD to actor to again AD, all these things. അപ്പം ഈ ക്യാരക്ടർ, ബാലനിലെ ക്യാരക്ടറിലേക്ക് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ സ്വയം ഉണ്ടാക്കിയ, അല്ലെങ്കിൽ സ്വയം അതിനു വേണ്ടി സൈലൻസിലേക്കും ആ പെർഫോമൻസിലേക്കും എന്തൊക്കെ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു ചില സെറ്റുകൾക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. നമുക്കത് ഭയങ്കര ഫേവറബിൾ ആയിരിക്കും ഒരു ആക്ടർക്ക്. അപ്പൊ ബാലനിൽ മൊത്തത്തിലൊരു സൈലൻസ് ഉണ്ടായിരുന്നു. അവിടുത്തെ ലൊക്കേഷനും പിന്നെ മൊത്തത്തിൽ സമാധാനികളായിട്ടുള്ള കുറച്ച് മനുഷ്യര്, ഒരുപാട് ആളുകളില്ല. ഉള്ള ആളുകളെല്ലാം വളരെ സമാധാനമായിട്ട് അവരുടെ ജോലി ചെയ്തു പോകുന്ന മനുഷ്യരായിരുന്നു. അതൊരു ഒരു അന്തരീക്ഷം ഓരോ ആക്ടേഴ്സിനും അവർക്കൊരു ഒരു ഒരു ചെറിയ സൈലൻസ് നിങ്ങൾക്ക് കിട്ടും. അതൊരു അതൊരു ഒരു ഫിൽം മേക്കറും ഒരു ക്രൂവും ചേർന്ന് നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു കാര്യമാണ്. അത് കിട്ടിയാൽ ഗംഭീരാണ്. ലൈക്ക് ഇഫ് യു വോണ്ട്, ലൈക്ക് ആ സൈലൻസ് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് കിട്ടും. പിന്നെ അങ്ങനെ അല്ലാതെ എനിക്കിപ്പോ ഇപ്പം ആളുകള് ഗ്രേറ്റ് ആക്ടേഴ്സ് സംസാരിക്കുന്നതും ഈ മനുഷ്യന്മാരുടെ പ്രോസസ്സും ഒക്കെ കുറെ കേട്ടിട്ടുള്ളത് കൊണ്ട് അത്രയൊന്നും ഞാൻ വ്യക്തിപരമായിട്ട് കോംപ്ലിക്കേറ്റ് ചെയ്യാതിരിക്കുക പ്രോസസ് എന്നുള്ളതാണ്. അപ്പൊ ഈ കഥാപാത്രത്തിന് എനിക്കൊരു അഡ്രസ് ഉണ്ടായിരുന്നു, എനിക്കൊരു കഥ ഉണ്ടായിരുന്നു. എനിക്ക് എന്റെ കുട്ടിക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയാം. അപ്പോ അങ്ങനെ ഒരു കഥ ഉണ്ടാക്കുക എന്നുള്ളത് എനിക്ക് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇല്ലെങ്കിൽ പിന്നെ അതാണല്ലോ എന്റെ മെറ്റീരിയല്. പിന്നെ നമുക്ക് ഇതുവരെ നമ്മുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസസിലൊക്കെ ഉള്ള ഇമോഷൻസ് ഒക്കെ വെച്ചിട്ട് അതിൽ നിന്നൊക്കെ ഇങ്ങനെ എടുക്കുക എന്നൊക്കെ ഉള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ടെക്നിക്കലായിട്ട് ഇതിനെ സമീപിക്കുന്നത്. എനിക്കൊന്ന് അത് കുറച്ചുകൂടി നമുക്കിത് വർക്ക് ചെയ്ത് കുറച്ചൊക്കെ പിടികിട്ടി തുടങ്ങി തോന്നുന്നു. അങ്ങനെ വളരെ വൈകാരികമായിട്ടൊന്നുമല്ല ഇതിനെ കാണുന്നത്. വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു പരിപാടിയാണിത്. അതിനുള്ള ഏറ്റവും ബെസ്റ്റ് ടെക്നീക്സ് നല്ല ഫിൽം മേക്കേഴ്സ് നമുക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കി തരും. യു ജസ്റ്റ് ഹാവ് ടു ബി ദേർ. പ്രസന്റ് ആയിട്ട് എല്ലാ സെൻസസും ഓപ്പൺ ആക്കി അവിടെ നിന്നാ മതി, അത് അവര് പണിയെടുത്തോളും. യു ജസ്റ്റ് ഹാവ് ടു ബി സെൻസിബിൾ ആൻഡ് ബി പ്രസന്റ് എല്ലാ അർത്ഥത്തിലും. അപ്പൊ നിങ്ങൾ വലിയ അധ്വാനിക്കേണ്ടിയൊന്നും വരില്ല. അപ്പൊ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ. എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനത്തെ ഫിൽം മേക്കേഴ്സുമായിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത് മോസ്റ്റ്ലി. അപ്പൊ നമുക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങും നമ്മുടെ ഒരു ഇൻപുട്ടും വെച്ചിട്ട് പ്രസന്റ് ആയിട്ട് അവിടെ നിന്നാ പിന്നെ അവർ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും അവർക്ക് വേണ്ടത്. അതൊരു ഭയങ്കര കോൺഫിഡൻസ് ആണ് കേട്ടോ. വെൻ യു നോ ദ ഫിൽം മേക്കർ നോസ് ഹിസ് ക്രാഫ്റ്റ് ആൻഡ് യു നോ ഇറ്റ് വിൽ കം ഔട്ട് ഗുഡ്. വലിയ ഒരു ടെൻഷനും ഇല്ലല്ലോ. അപ്പൊ ആ അർത്ഥത്തിൽ റീസെന്റ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ഫിലിം മേക്കേഴ്സും ആ അർത്ഥത്തിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ്. അവരവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കോൺഫിഡൻസ്. പ്രോസസ്സ് ഇങ്ങനെ ഒരു സ്ഥിരം പ്രോസസ്സ്, എല്ലാ ആക്ടേഴ്സും ചെയ്യണ പ്രോസസ്സ്. ഒരു ബാക്ക് സ്റ്റോറി ബിൽഡ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ എന്താ സംഭവിക്കണേ, ആ ഇമോഷൻ എന്താണ്, അത് ഇമാജിൻ ചെയ്യുക. ഹെഡിൽ ഒരു മൈൻഡ് സ്പേസ് ഉണ്ടാക്കുക. വലിയ ഷോട്ടിന് മുന്നേ വേറെ വലിയ ബഹളങ്ങൾക്ക് പോവാതിരിക്കുക, പ്രസന്റ് ആയിരിക്കുക. എനിക്കാണ് അത്രയും ചെയ്തു കഴിഞ്ഞാൽ ബാക്കി ഇവരെല്ലാരും കൂടെ ചെയ്തോളും. ഇത് പറയുമ്പോ ആ ക്യാരക്ടറിന്റെ ഒരു മൂഡ് വേറെയാണ്. ഐ മീൻ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഓഡിയൻസിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മൂഡും വേറെയാണ്. അപ്പൊ ഈ കട്ട് പറഞ്ഞതിന് ശേഷം അർച്ചനയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ സമയം എടുത്തോ? ഒന്നുമില്ല, അപ്പൊ തന്നെ അങ്ങനെ നമ്മൾ ക്യാരക്ടറിലേക്ക് പോയി തിരിച്ചു വരാൻ പറ്റുള്ള ആഗ്രഹമില്ല. അപ്പൊ തന്നെ തിരിച്ചു വരും. അപ്പൊ തന്നെ ചായ കിട്ടും, കോപ്പി കിട്ടും എന്നൊക്കെ അന്വേഷിച്ച് തുടങ്ങും. ആദ്യമൊക്കെ ഞാൻ അഭിനയിക്കാൻ തോന്നുന്നു ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു. ഒരു മിത്ത് ഉണ്ടായിരുന്നു എനിക്ക്, നമ്മളിങ്ങനെ അതിലേക്ക് അങ്ങ് കയറി അങ്ങനെ അങ്ങ് ആ വഴിക്ക് പോണം വണ്ടി പിടിച്ചെന്നൊക്കെ. അതൊരു ബാഡ് ആക്ടേഴ്സ് ടെക്നിക്കാണ് എന്നാണ് ഞാൻ വിചാരിക്കണേ. ലൈക്ക് ഇഫ് യു ഐ മീൻ ഇതെന്റെ അണ്ടർസ്റ്റാൻഡിങ് ആണ്, എന്റെ മനസ്സിലാക്കലാണ്. എന്നുവെച്ചാൽ നമ്മൾ ആ കഥാപാത്രത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ടെക്നീക്സ് കുറവാണ് എന്നുള്ളതുമാണല്ലോ. നിങ്ങൾ ഇമോഷണലി ഡ്രൈവ് ചെയ്ത് പോവാണെന്നുള്ളതാണല്ലോ. അതെനിക്ക് തോന്നണില്ല സ്ക്രീൻ ആക്ടിങ്ങിൽ അത്ര പോസിബിൾ ആണെന്ന്. കാരണം ഇത്രയും മനുഷ്യന്മാര്, ഡയറക്ടർ ഇരിക്കുന്നു, ലൈക്ക് ദർ ഇസ് ദിസ് ക്യാമറമാൻ, ലോട്ട് ഓഫ് തിങ്സ് ഹാപ്പനിങ്. നിങ്ങള്
ഒരു പ്രത്യേക സ്ഥലത്ത് നിൽക്കണം, ഫോക്കസ് കിട്ടണമെങ്കിൽ ഇവിടെ നിൽക്കണം, ഇവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കണം. ഇതിന്റെ ഇടയിൽ കഥാപാത്രത്തിലേക്ക് അങ്ങനെ പോവല്ല എന്നെനിക്ക് തോന്നണേ. നമ്മളൊരു ഒരു ചെറിയൊരു മൈൻഡ്, ഒരു ഒരു സ്പേസ് തലയ്ക്കകത്ത് ഉണ്ടാക്കുന്നു, അതില് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നു. പക്ഷെ അതേ സമയം യു ആർ അവെയർ, നമ്മള് എന്താ പറയാ, പല കാര്യങ്ങളിൽ അവെയർ. നിങ്ങളൊരു മൈക്ക് വെച്ചിട്ടുണ്ടാവും, അപ്പൊ അപ്പൊ നിങ്ങൾ അതിന്റെ ഒരു പ്ലേസ്മെന്റിനെ പറ്റി ആലോചിക്കുന്നുണ്ടാവും. അത് ഇപ്പൊ ഒരു വലിയൊരു ആക്ഷൻ ആണെങ്കിൽ അത് ചാടി പോരുത്, ഇത് നിങ്ങളുടെ തലയിലുണ്ടല്ലോ. ഇറ്റ്സ് നോട്ട് ദറ്റ് യു ആർ ജസ്റ്റ് ലിവിങ് ഇറ്റ്, യു ആർ നോട്ട് ലിവിങ് ഇറ്റ്. നമ്മൾ എനിക്കാണ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഇപ്പൊ അടുത്ത ആരോ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞ അഭിനയം എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, നയിക്കുന്നതാണല്ലോ. ആക്ച്വലി അതിലേക്ക് നയിക്കുന്ന എന്തോ ആണ്. നമ്മൾ അങ്ങ് അത് ആവുക അതൊന്നുമല്ല. ഇങ്ങനെ ധ്വനിപ്പിക്കുകയാണ്, ആ വഴി ഇങ്ങനെ പോയി നമ്മൾ ആളുകളെ തോന്നിപ്പിക്കുകയാണല്ലോ. ആ അപ്പൊ ആ അർത്ഥത്തിൽ ഞാൻ അപ്പൊ തന്നെ അതിൽ നിന്ന് പുറത്തു വരും. വെൽ എക്സ്പ്ലെയിൻ. കാരണം സാധാരണ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പൊതുവെ ആളുകൾ, ഐ മീൻ, ഓരോരുത്തരുടെ പെർസെപ്ഷൻ ഉണ്ടാവും. പക്ഷെ അതൊരു ആ രീതിയിലേക്ക് ലൈക്ക് മെത്തേഡ് അങ്ങനത്തെ സംഭവം അതൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. ബട്ട് യു ഹാവ് ബിൻ വെരി ട്രൂ ടു വാട്ട് യു ഹാവ് സേയിങ് അബൌട്ട് ദിസ്. ഓക്കെ, ഇനി ഇത്രയും കാലഘട്ടത്തിൽ ഇത്രയും ഏരിയ ആയിരിക്കുമ്പോൾ തന്നെ ഓഫ് കോഴ്സ് ഇത് നല്ല പ്രൊജക്ട്സിന്റെ ഒപ്പം വർക്ക് ചെയ്തു. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കെങ്കിലും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. എപ്പോഴെങ്കിലും അങ്ങനെയും തോന്നിയിട്ടുണ്ടോ, ലൈക്ക് ഐ ഡു നോട്ട് ബിലോങ് ടു ദിസ്? ആക്ച്വലി കുറെ കാലത്തേക്ക് ഞാനൊരു ആക്ടർ ആണെന്ന് സംശയിച്ചിരുന്നു, ഫോർ എ ലോങ് ടൈം, ബിക്കോസ് ഓഫ് ഫ്യൂ ഫിലിംസ്. വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ അത്. ഐ ഈവൻ ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ദോസ് ഫിലിംസ്. ചില സിനിമകളിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഞാൻ അഭിനയിച്ചത്. ഞാൻ ഒരുപാട് കാശുണ്ടാവുമ്പോ ആ സിനിമയൊക്കെ വാങ്ങി നശിപ്പിച്ച് കളയണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. സോ നമുക്കത് അയ്യോ, അപ്പോ യുനോ വെൻ യു വർക്ക് വിത്ത് ദ റോങ് പീപ്പിൾ, യുനോ വാട്ട് ഹാപ്പൻസ്, നമ്മൾ നല്ലൊരു ആക്ടർ ആണോ എന്ന് സംശയം വരും. അതാണ് ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നത്. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ദ റിസൾട്ട് ചേഞ്ചസ്. നല്ല ഫിലിം മേക്കേഴ്സിനോട് വർക്ക് ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് അവരെന്താ ചെയ്യണമെന്ന് ധാരണയില്ലാത്ത ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് പോകും ആസ് എൻ ആക്ടർ. സോ ദാറ്റ് ഈസ് ഓൾസോ വൈ എന്റെ ഒരു എക്സ്പീരിയൻസും കൂടിയാണ് ഈ ഫിലിം മേക്കേഴ്സ് ആണ് നമ്മളെ ബിൽഡ് ചെയ്യുന്നതെന്നുള്ള ഒരു കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് എക്സ്പീരിയൻസ് എന്നാ വരുന്നേ. കുറെ കാലത്തേക്ക് ഐ നെവർ ഐഡന്റിഫൈഡ് ഓർ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ആസ് എൻ ആക്ടർ. കുറെ കാലത്തേക്ക് ഞാൻ, ബിക്കോസ് ഐ എം ഡൂയിങ് ഫിലിം ക്യൂറേഷൻ ആൻഡ് സ്ക്രീനിങ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്, ആൻഡ് അങ്ങനത്തെ ഒരു ഏരിയ ഉള്ളതുകൊണ്ട് അപ്പൊ ഞാൻ അഭിനയിച്ചതൊന്നും കണ്ടിട്ട് എനിക്ക് അത്ര അങ്ങോട്ട് വർക്ക് ആവണില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എനിക്ക് പറ്റിയ പരിപാടിയല്ലാന്ന്. ആൻഡ് ഐ സ്റ്റോപ്പ്. അങ്ങനെ എന്നെ ഇൻട്രൊഡ്യൂസേ ചെയ്യില്ലായിരുന്നു ഫോർ എ ലോങ് ടൈം. ഇപ്പൊ എനിക്കറിയാം ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് അങ്ങനെ ഈ ഒരു ക്രാഫ്റ്റും നമ്മളെ ഒരു ആക്ടറിനെ എങ്ങനെയാണ് ഡയറക്ട് ചെയ്യേണ്ടതെന്നും അറിയാത്ത ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്നത് ഒട്ടും, അതും എസ്പെഷ്യലി ഇനീഷ്യൽ സ്റ്റേജിലേ നമുക്ക് തന്നെ വലിയ ധാരണയില്ലാത്ത സമയത്തൊക്കെ അത് നമുക്കൊരു കോൺഫിഡൻസ് കുറയ്ക്കും. കാരണം ഞാൻ പല പെർഫോമൻസസും കണ്ടിട്ട് ഐ വാസ് നോട്ട് വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. അങ്ങനെ ഞാൻ ഈ പണി നിർത്തി കുറച്ചു നാളത്തേക്ക്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നണം ആഫ്റ്റർ എ ലോങ് ടൈം ഓൾ ദ കയോസ് ദാറ്റ് ഹാപ്പൻ ഇൻ മൈ ലൈഫ്, അത് കഴിഞ്ഞ് എനിക്കിവിടെ നായാട്ട്, സുലൈഖ മൻസിൽ, വണ്ടർ വുമൻ, ഇലവീഴ പൂഞ്ചിറ, യുനോ ഭീഷ്മപർവത്തിലെ ചെറിയൊരു പാർട്ട്, അങ്ങനെ അങ്ങനെ കുട്ടി കുട്ടി ഇപ്പം ഇവൻ ബാലൻ വരയ്ക്കും പരാശക്തി വരയ്ക്കും ഒക്കെ ഉള്ള, പരാശക്തിയിലൊക്കെ ചെന്നപ്പോഴാണ് ഓ മൈ ഗോഡ്, ഇവരെ സുധാ കൊങ്ങര അവരൊക്കെ മാമൊക്കെ എന്നെ ഇങ്ങനെ ഓരോ ഷോട്ട് കഴിയുമ്പോഴും നമ്മളോട് ഇങ്ങനെ അത് വോട്ട് ഐ ഡിഡ് എന്ന് എന്റെ അടുത്ത് പറയും. അപ്പോ അപ്പോഴാണ് ഓഹോ അത് ശരി, എനിക്കിതറിയാം. അപ്പൊ ആ വാലിഡേഷൻ വളരെ ലേറ്റ് ആയിട്ടാണ് വരണത്. അതുകൊണ്ട് ഞാൻ കുറെ കാലത്തേക്ക് ഈ പരിപാടി നിർത്തിയിരുന്നു. ഇത് പറയുമ്പോ അർച്ചന, യു ആർ നോട്ട്, ഐ മീൻ യു ആർ നോട്ട് ചേസിങ് വിസിബിലിറ്റി എന്നുള്ളത് കറക്റ്റ് പ്രയോഗമാണോ എന്ന് എനിക്കറിയില്ല. ബിക്കോസ് വിസിബിലിറ്റിയുടെ അപ്പുറത്തേക്ക് യു ആർ ഓൾസോ വർക്കിംഗ് ബിഹൈൻഡ് ഫിലിംസ്. അഞ്ജലിയുടെ ഒപ്പം വർക്ക് ചെയ്യുന്നു. അപ്പൊ അത് സ്വയം ഏറ്റെടുത്ത ഒരു ഇതാണോ? അതായത് ലൈക്ക് എനിക്ക് വേണ്ടത് സ്ക്രീൻ സ്പേസോ അല്ലെങ്കിൽ വിസിബിലിറ്റിയോ കൺസിസ്റ്റന്റ് ആയിട്ട് സിനിമകളിൽ വരണം എന്നുള്ളതോ
ഒന്നുമല്ല, ബട്ട് ഐ വോണ്ട് ടു ലേൺ ദ ടെക്നോളജി, ഐ വോണ്ട് ടു ലേൺ ഫിൽം മേക്കിംഗ്, അങ്ങനെയായിരുന്നു. എന്തായിരുന്നു അതിന്റെ ഒരു? ഞാന് ഈ അടുത്ത് ഇന്നലെ എങ്ങാണ്ട് ഒരു ഇന്റർവ്യൂ പോയി ഇരുന്നു. അപ്പൊ ഞാൻ പോണത് ഈശ്വരാ ഞാനിതിന് പോണല്ലോ. ബിക്കോസ് എന്താ വെച്ചാല് ഒരു ഉം, എനിക്കറിയാം ഞാൻ പൊതുവെ അങ്ങനെ എനിക്ക് മനുഷ്യരെ അങ്ങനെ സന്തോഷിപ്പിക്കുന്ന സാറ്റിസ്ഫൈപ്പിക്കുന്ന രീതിയിലൊന്നും സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണോ എന്ന് എനിക്ക് തോന്നാറില്ല. ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് ലൈക്ക് അവിടെ വർക്ക് ചെയ്യണത് അതാണല്ലോ. അപ്പൊ എനിക്കിങ്ങനെ വളരെ പലപ്പോഴും എനിക്കറിയാം നമുക്ക് ഈ ലൈക്കബിലിറ്റി ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളാണോ ഞാനെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പൊ എനിക്ക് ബിക്കോസ് ഇറ്റ്സ് പാർട്ട് ഓഫ് മൈ വർക്ക്. ഇപ്പൊ ഞാൻ ചെയ്ത വർക്ക് ഞാൻ ചെയ്തു എന്ന് ആളുകൾ അറിയണമല്ലോ. അപ്പോഴാണല്ലോ എനിക്ക് ഇനിയും വർക്ക് ചെയ്യാൻ പറ്റുക. സോ ദിസ് ഇസ് പാർട്ട് ഓഫ് മൈ വർക്ക്. ഇപ്പം ആളുകൾ പറയും, ഇപ്പൊ ഞാൻ കാസ്റ്റിംഗിലേക്ക് ഇരിക്കുമ്പോൾ എനിക്കറിയാം നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇസ് ആർ ബയോ. ആൻ ആക്ടേഴ്സ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇസ് നെവർ പേഴ്സണൽ. അപ്പൊ നമ്മളതൊരു ബയോഡാറ്റ പോലെയാണ്, റെസ്യൂം പോലെയാണ് വർക്ക് ചെയ്യുക. പക്ഷെ ഇവിടെയൊന്നും എനിക്ക് ഐ എം നോട്ട് very keen on all of it, but I always think ഡെഫിനറ്റ്ലി ഞാൻ വിചാരിക്കാറുണ്ട് ഐ ഷുഡ് ബി മോർ പ്രോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം എന്ന്. പക്ഷെ ദാറ്റ് ഇസ് നോട്ട് വെയർ മൈ കിക്ക് ലൈസ്. ഇത് എന്റെ ഒരു രസം അതിനകത്തല്ല. അത് ഇത് ചെയ്തുകൊണ്ടിരിക്കാൻ, ഇത് തുടരാൻ ഇതെല്ലാം ആവശ്യമാണെന്നുള്ളത് കൊണ്ട് നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അതിനകത്തൊരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. ഇപ്പൊ എനിക്ക് ഇന്ന് ഞാൻ രാവിലെയൊക്കെ lot of people can't relate between my characters right now. സോ കാഡ്ബറിയിൽ പരസ്യത്തിൽ കണ്ട ആളുകൾക്കറിയാം, സുലൈഖ മനസ്സിലെ ക്യാരക്ടർ അറിയാം, വണ്ടർ വുമൻ അറിയാം, ഇപ്പൊ ബാലനിലുള്ളത് ഒരുപാട് പേർക്ക് ആ ക്യാരക്ടർ അറിയാം. ബട്ട് നോബഡി നോസ് ഇതൊക്കെ ആരാ. ആൻഡ് ദേ ഡോണ്ട് ഇന്റർകണക്ട്. അപ്പൊ കുറെ പേരിങ്ങനെ ഇതാരാന്നറിയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റ്, ആൻഡ് ഐ ലൈക്ക് ഇറ്റ്. ലൈക്ക് ഇതാരാന്നറിയോ. അപ്പൊ ഞാൻ ഇങ്ങനെ ചെന്നിട്ട് താഴെ സോ ഐ ലവ് ദാറ്റ് അബൌട്ട്. സോ ഇറ്റ്സ് ബേസിക്കലി എന്റെ കിക്ക് അതല്ലാന്നേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ ഞാൻ ചെയ്യേണ്ടി വരും. പിന്നെ ഇതൊരു ജീവനോപാധി കൂടിയാണല്ലോ. നമുക്കിനി തൊഴിലെടുക്കണമല്ലോ. ബട്ട് ഐ റിയലി ഡോണ്ട് വോണ്ട് ടു ഡു വെറുതെ കുറെ പ്രോജക്ട്സ് ചെയ്യണമെന്നില്ല. ഇതുവരെ ചെയ്ത പോലത്തെ, ബിക്കോസ് ഇറ്റ് ഈസ് മേക്കിംഗ് മീ ഹാപ്പിയർ. ഓരോ സിനിമയും ഓരോ ഫിലിം മേക്കറിന്റെ ലോകത്തേക്ക് നമ്മൾ പോവാണല്ലോ. ദിസ് ഇസ് സച്ച് എ ഫൺ ലൈഫ് ടു ഹാവ്. ഒരു ആക്ടറിന്റെ ജീവിതം ഇസ് സോ ബ്യൂട്ടിഫുൾ. സോ അത് എനിക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര കൊതിയുണ്ട്. പക്ഷെ ഐ എം ഓൾസോ വെരി ബാഡ് അറ്റ്, എസ്പെഷ്യലി ഇപ്പോ നൗ ദാറ്റ് ഇൻഡസ്ട്രിയിലെ ഒരുപാട് പേരുടെ ഫിലിം മേക്കേഴ്സ് എന്റെ ഫ്രണ്ട്സായി മാറി. അപ്പൊ ഈ ഫ്രണ്ട്സിനോട് എനിക്ക് ഐ മീൻ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ദെൻ. ഇഫ് ഇറ്റ്സ് ലൈക്ക് വെരി, ഇപ്പൊ നമ്മളൊരു ബോംബെ കാസ്റ്റിംഗ് ഏജൻസിയോട് സംസാരിക്കാൻ എനിക്ക് എളുപ്പമാണ്. ബിക്കോസ് ഇറ്റ്സ് മോർ കോപ്പറേറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഷോറിലൊക്കെ അയച്ചിട്ട് ഓഡിഷനൊക്കെ ചെയ്തിട്ട് ദാറ്റ് ഈസ് എ പ്രോസസ്. ഇവിടെ പലപ്പോഴും നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ സിനിമ എടുക്കുമ്പോൾ എന്നെയും കൂടി കൂട്ടണേ എന്ന് പറയാനാണ് ഇറ്റ്സ് ടഫർ. ബട്ട് ദെൻ ദ വിസിബിലിറ്റി ഫാക്ടർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐ തിങ്ക് ഐ എം ടെല്ലിങ് മൈസെൽഫ് ദാറ്റ് ഐ ഷുഡ് ബി മോർ കുറച്ചും കൂടി ഒന്ന് ഉഷാറാവണം എന്നൊക്കെ. പക്ഷെ ഇറ്റ്സ് നോട്ട് മൈ ക്യാരക്ടർ. ഞാനത് പുഷ് ചെയ്ത് ചെയ്യണം. ഇപ്പൊ ഇത് പറയുമ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് വൈറ്റമിൻ എം വേണം, ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്കൊരു സപ്പോർട്ട്, ലൈക്ക് മോറലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ദാറ്റ് കൈൻഡ് ഓഫ് എ മോട്ടിവേഷൻ ഷുഡ് ബി ദർ. അത് ത്രൂ ഔട്ട് എങ്ങനെയായിരുന്നു ഈ കാലഘട്ടത്തിൽ കിട്ടിയിട്ടുള്ളത്? ഐ തിങ്ക് ഓരോ സമയത്ത് ഓരോന്നുണ്ടാവും. ഇപ്പൊ ബാലൻ ഇസ് എ മോട്ടിവേഷൻ റൈറ്റ് നൗ. വിത്ത് ബാലൻ ആൻഡ് ഇറ്റ്സ് വാലിഡേഷൻ. ഒരു പരിചയമില്ലാത്ത ആൾക്കാർ വന്നിട്ട് ഈ ഒരു ഗംഭീര ആക്ടിങ് ചെയ്തു എന്നൊക്കെ ആൾക്കാർ കമന്റ് ചെയ്യുമ്പോൾ ഞാൻ ഇടയ്ക്ക് പോയി നോക്കും. ഇറ്റ് ഓൾ ഗിവ്സ് മീ വാലിഡേഷൻ. ഓക്കെ, കുഴപ്പമില്ല, ഓക്കെ, നാട്ടുകാരെല്ലാരും പറയുന്നുണ്ട്, അപ്പൊ ഞാൻ കൊള്ളാം. സോ അത് ആ വാലിഡേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അത് പല രീതിയിലാണ് കിട്ടുക. ഇപ്പൊ ഈ സിനിമയുടെ ഒരു വിജയവും അതിനകത്തെ ക്യാരക്ടറിന് കിട്ടുന്ന വാലിഡേഷനും ഭയങ്കര സ്ട്രോങ് ആണ്. ചിലപ്പോ ഒരു ഓർഡിനറി ഡേയിൽ ഇപ്പൊ നമ്മൾ ഈ കോൺവെർസേഷൻ കുറച്ചൊരു എനർജി ഉണ്ടാക്കുന്നുണ്ട്. ബിക്കോസ് ഐ എം ഓൾസോ റിഫ്ലക്ടിങ് ഓൺ മൈ സെൽഫ്, മൈ ജേർണി ആൻഡ് എവറിത്തിങ്. അത് ഒരാള് നമ്മൾ സമയം എടുത്തിട്ട് ഇരുന്നിട്ട് എന്നോട് ചോദിക്കല്ലേ, ആൻഡ് ഇറ്റ്സ് വെരി പ്രഷ്യസ്. അപ്പൊ അങ്ങനെ ഒരാൾ എന്റെ ജേർണിയെ പറ്റി ചോദിക്കണം എന്നുള്ളത് ഇറ്റ് ഈസ് മോട്ടിവേറ്റിംഗ്. അതങ്ങനെ എല്ലായ്പ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ അത് ഇറ്റ് ഈസ് ഗിവിംഗ് മീ മോട്ടിവേഷൻ.
every meaningful conversation with a friend, a very good film that you watch, even if ഞാൻ അതിന്റെ ഭാഗമല്ലെങ്കിലും ഒരു ഗംഭീര സിനിമ കണ്ടൊക്കെ കഴിയുമ്പോൾ അതൊക്കെ അതൊക്കെ തന്നെ ഇതിനകത്ത് മോട്ടിവേഷൻ. പിന്നെ എനിക്ക് തോന്നുന്നു ചിതു ഏതോ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടാണ് ഞാൻ കേട്ടില്ലേ, ഹി വാസ് ടോക്കിംഗ് അബൌട്ട് അൺസർട്ടനിറ്റി ഫിലിം പ്രാക്ടീഷണേഴ്സിന്റെ ലൈഫിലുള്ള. ആ അൺസർട്ടനിറ്റി ആണ് ഇതിന്റെ ചലഞ്ച്, ബട്ട് ആ അൺസർട്ടനിറ്റി തന്നെയാണ് കിക്ക്, അങ്ങനെ എന്തോ സംതിങ് ഹി സെഡ്, വിച്ച് ഐ റിലേറ്റ് ടു ഇറ്റ് ഭയങ്കരമായിട്ട്. കാരണം ഐ റിയലി ഡോണ്ട് നോ വാട്ട് ഐ എം ഗോണ ലൈക്ക് ഡു നെക്സ്റ്റ് മന്ത്. അത് എല്ലാ അർത്ഥത്തിലും, വർക്ക് വൈസ്, ഫിനാൻഷ്യലി, യു മൈറ്റ് ഹാവ് എ ലോട്ട് ഓഫ് പ്ലാൻസ്, പക്ഷെ അതൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നടക്കുന്ന ഒരു സ്ഥലമല്ലല്ലോ. നമ്മളൊരു എവറി ഡേ ഓഫീസിൽ പോകുന്ന ഒരു സ്ഥലത്ത് നമുക്കറിയാം ഇവിടെ എന്തൊക്കെ മാക്സിമം സംഭവിക്കുന്നു, ഇവിടെ എന്താ സംഭവിക്കാന്ന് അറിയില്ല. സോ ബാലനിൽ എന്നെ ഓഡിഷൻ ചെയ്ത് അവർ ഒരുപാട് പേര് ഓഡിഷൻ ചെയ്യുന്നുണ്ട്, ആ കൂട്ടത്തിലൊരാളാണ് ഞാൻ. അപ്പോ ചെയ്യുമ്പോ എന്റെ സുഹൃത്തുണ്ട് വിഷ്ണു രഘു, അപ്പൊ ഹീസ് എ ഡി, ഹീസ് ഓൾസോ ആൻ ആക്ടർ, മനുവൽ വേഴ്സിലൊക്കെ അഭിനയിച്ചിട്ടുള്ള, ഹീസ് എ ഡി, ചിതുവിന്റെ എ ഡി ആണ്. അപ്പൊ ഗണപതി പറഞ്ഞിട്ട് ഇവനാണ് എനിക്ക് ഈ സ്ക്രിപ്റ്റ് ഒക്കെ അയച്ചു തരുന്നത്. അപ്പൊ അവൻ ഈ മായാനദി കൈൻഡ് ഓഫ് മോട്ടിവേഷൻ ഒക്കെ തന്ന് എന്നെ ഉഷാറാക്കി, നന്നായി ചെയ്താൽ നിനക്ക് കൊള്ളാം എന്നുള്ള മോഡല്. ആൻഡ് ഹി വാസ് നോട്ട് ഗിവിംഗ് മീ എനി ഹോപ്സ്, ബിക്കോസ് അവർ അത്രയും കാസ്റ്റിംഗിൽ വളരെ, ഗണപതീസ് കാസ്റ്റിംഗ് അത് ഇന്ന് എവറിബഡി നോസ് ഹൗ പെർട്ടിക്കുലർ ദേ ആർ ആൻഡ് ഹൗ ഹി ലൈക്ക് എന്ത് തരം പ്രോസസ്സാന്നുള്ളത് എവിഡന്റ് ആണല്ലോ. അപ്പൊ നമ്മള് യു ജസ്റ്റ് ഗിവ് ഇറ്റ് എ ഷോട്ട് എന്നല്ലാണ്ട്, അപ്പം ഓരോ മൊമെന്റും ഒരു 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 എന്താ പറയുക, റിവാർഡാണ്. യു ഗെറ്റിംഗ് എൻ ഓഡിഷൻ ഇസ് എ റിവാർഡ്, യു ഫിലിം ഗെറ്റിംഗ് ഔട്ട് ആൻഡ് ആളുകൾ കാണുന്നു, അത് കഴിഞ്ഞ് അതിനെപ്പറ്റി ആൾക്കാർ നല്ലത് പറയണു. ആൻഡ് ഇപ്പൊ ഇത് ഭയങ്കര രസമുള്ള പ്രോസസ് ആട്ടോ ശരിക്കും. മനുഷ്യർക്ക് ഒരു തരം സന്തോഷം തരുന്ന ഒരു വല്ലാത്ത എനർജി തരുന്ന ഒരു ലോകം അത്. അതുകൊണ്ടാണ് തോന്നുന്നു മനുഷ്യർ ഇവിടെ വന്ന് പെട്ടുപോണത്. ഒരു now you have worked behind the scenes a lot, and you know how filmmakers think, എന്താണ് ഔട്ട്കം വേണ്ടേ, ആക്ടേഴ്സ് how should they think, how അതൊക്കെ I mean to I mean you have seen, you have done it also. Now if a producer, ഇപ്പൊ കോർപ്പറേറ്റിനൊക്കെ കയ്യിലുള്ള ആളാണ്, കുറച്ച് പൈസയൊക്കെ ഉള്ള ഒരാൾ വരികയാണ്, ഒരു പ്രൊഡ്യൂസർ വരികയാണ്, so what kind of film will you make? Should I make a film? So I'm doing a small film now. It's a documentary. It's not a fiction feature. It's a documentary. And it is എനിക്ക് ഒരുപാട് കാശുള്ള ഒരാളെ ആവശ്യമുണ്ട് ഇന്റർവ്യൂ കാണുന്നവർ. So right now it's a very independent documentary. It's on a Kuchipudi artist, a very senior classical, അതായത് കൂച്ചിപ്പുടി എന്ന് പറയുന്ന കൂച്ചിപ്പുടി എന്ന് പറഞ്ഞ ഗ്രാമമുണ്ട് ആന്ധ്രാപ്രദേശില്. അപ്പൊ അവിടെ കുച്ചിപ്പുടി യക്ഷഗാനം എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഫോമിലാണ് ആ ഡാൻസ് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെയാണ് അത് ഭയങ്കര ഡാൻസ് ആയി മാറിയത്, നാടകമായിരുന്നു. അപ്പൊ അത് ആ ഫോം പ്രാക്ടീസ് ചെയ്തിരുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന അവസാനത്തെ ആർട്ടിസ്റ്റ് is 85 years old, and I am also his student. I'm his student because my teacher, കേരളത്തിലുള്ള ടീച്ചർ ശ്രീലക്ഷ്മി ഗോവർദ്ധനൻ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധയായ അധ്യാപികയാണ്, ആളുടെ ഗുരുവാണ്. അപ്പൊ ആളുടെ ഒരു ജേർണിയിൽ നിന്നാണ് ആളുടെ ഗുരുവിനെ നമ്മൾ പോയി മീറ്റ് ചെയ്യുന്നത്. ടീച്ചറാണ് എന്റെ ടീച്ചർ, ടീച്ചറിന്റെ ടീച്ചറാണ്, ഹീസ് ഓൾസോ മൈ ടീച്ചർ നൗ. അപ്പോ I went and met him to learn dance random ആയിട്ട്, but I found the story very interesting. His practice and his way of looking at this form. ആളൊരു ആർട്ടിസ്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ക്ലാസിക്കൽ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുന്ന നമ്മുടെ സ്റ്റീരിയോ ടൈപ്പുകളെയൊക്കെ പൊളിക്കുന്ന വളരെ റൂറൽ ആയിട്ടുള്ള ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇതുവരെ ഞാൻ ലൈഫിൽ എൻകൗണ്ടർ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും വലിയ ആർട്ടിസ്റ്റ് ആണോ. സോ ഐ ഫൗണ്ട് ദാറ്റ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഐ വാസ് ദേർ. ഞാൻ ഒരു മാസമായിട്ട് ആന്ധ്രയിലെ ആളുടെ കൂടെ ജീവിച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ദാറ്റ് ഇസ് വാട്ട് ഐ എം ഡൂയിങ് റൈറ്റ് നൗ. അതിങ്ങനെ നമുക്കിങ്ങനെ അവിടെ പോയി ആളെ കണ്ട് മീറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് അങ്ങനെ തോന്നി ചെയ്യുന്ന ഒരു സാധനം. അങ്ങനെ അല്ലാത്തൊരു സിനിമയെ പറ്റി ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഇതെന്നെ ഇറ്റ് ജസ്റ്റ് ടുക്ക് മീ. നമ്മൾ ഈ സിനിമ നമ്മുടെ ക്യാരക്ടർ നമ്മളെ സിനിമ ചെയ്യൂ എന്ന് പറഞ്ഞ പോലെ കൊണ്ടുപോയതാണ്. അതർ ദാൻ ദാറ്റ് ഇങ്ങനെ സിനിമ ചെയ്യണം അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല.
യു ഹാവ് ബീൻ വർക്കിംഗ് യുനോ, നമുക്ക് ആ ഒരു പ്രോഗ്രസ് നമ്മൾ കാണുന്നു. 9 പെൺ സിനിമകൾ ക്യൂറേറ്റ് ചെയ്ത് അന്ന് പ്രകാശിയാണ് അത് ബാംഗ്ലൂർ ക്യൂറേറ്റ് ചെയ്തത്, ഐ മീൻ ഓർഗനൈസ് ചെയ്തത്, ആൻഡ് യു ഹാവ് ബീൻ ദ ക്യൂറേറ്റർ. ആൻഡ് അന്ന് അന്ന് നമ്മൾ കാണുമ്പോൾ ലൈക്ക് യുനോ ഇത് അത്രയൊന്നും ആരും ചെയ്യുന്ന ഒരു കാര്യമല്ല. മാത്രമല്ല അന്ന് 9 പെൺ സിനിമകൾ എന്ന് പറയുന്നത് ഇറ്റ് വാസ് റെയർ തിങ് ഓൾസോ ആ സമയത്ത്. ഇന്ന് കൂടുതൽ സ്ത്രീകള് വിമൻ ഫിൽം മേക്കേഴ്സ് അതെ. അപ്പൊ സോ നാച്ചുറലി നമ്മുടെയൊക്കെ മനസ്സിൽ അർച്ചനയ്ക്ക് ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ്, ഒരു ടാർഗറ്റ് ഉണ്ട്, ലൈക്ക് യു ആർ എയിമിംഗ് ടു ബിക്കം എ ഫിൽം മേക്കർ എന്നൊക്കെ തോന്നുമല്ലോ. സോ ദാറ്റ് വാസ് ദ തിങ്. അതായത് ഈ ഡോക്യുമെന്ററിനെ ഞാൻ വളരെ എനിക്ക് ഈ ഫിക്ഷനും ഡോക്യുമെന്ററിയും തമ്മിൽ ഒരു വ്യത്യാസം ഇല്ലാത്ത ആളാണ്. അപ്പൊ ഞാൻ എന്റെ ഡോക്യുമെന്ററിയിൽ അത്ര തന്നെ മിലിറ്റന്റ് ആണ്. ഐ സീ ഇറ്റ് ആസ് എ ഫിലിം. എനിക്കിത് രണ്ട് ഫെസ്റ്റിവൽ ആയിട്ട് നടത്തുന്നതിൽ വരെ പ്രശ്നമുള്ള ആളാണ്. അതായത് ഇത് ഡോക്യുമെന്ററി സംതിങ് എൽസ്. ഐ തിങ്ക് ഇറ്റ് ഇസ് മോർ കുറച്ചുകൂടി ആഴമുള്ള വേ ഓഫ് ഫിൽം മേക്കിംഗ് ആണ് ഞാൻ വിചാരിക്കണേ. ബിക്കോസ് നിങ്ങൾ മറ്റേതൊരു കൺട്രോൾഡ് സെറ്റിംഗിൽ നിങ്ങൾക്ക് ഇതെല്ലാം റെഡിയാക്കി നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നതാണ്. ഇത് യു ആർ ഗെറ്റിംഗ് ഇൻ ടു റിയൽ ലൈഫ്. അപ്പൊ അതിന്റെ നുവാൻസസ് അത്രയും രസമായിട്ട് ഷൂട്ട് ചെയ്ത് വരിക എന്നൊക്കെ പറയുന്നത് ഐ തിങ്ക് ഇറ്റ്സ് മോർ വർക്ക് ഇൻ എ ഡിഫറെന്റ് വേ. അപ്പം ഞാനിതിനെ ശരിക്കും എന്റെ ഒരു ഫസ്റ്റ് ഡെബ്യൂ ആയിട്ട് തന്നെയാണ് കാണുന്നത്. അത്രയും സീരിയസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ ഞാൻ പറയാം, ഇതൊരു നമ്മളൊരു സിനിമ ഉണ്ടാക്കണല്ലോ എന്ന് ആലോചിച്ച് സംഭവിച്ചതല്ല. I mean, I should make a film. I never had that thought, especially because those 9 filmmakers. I mean, ഞാനിങ്ങനെ വിചാരിക്കും എനിക്കൊരു അഹങ്കാരം ഉണ്ടായി predicted the future of Malayalam cinema എന്നൊക്കെ. Because most of them, like Shivaranjani's film was there, Kunjila's film, Sudha Luna, lot of filmmakers. അതായത് അവരൊക്കെ സിനിമ ചെയ്തു. ലൈക്ക് അവരെല്ലാം ലൈക്ക് they're very good, interesting filmmakers right now. Like ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഞാൻ എനിക്ക് അവരുടെ സിനിമയൊക്കെ ഞാനിങ്ങനെ ഒരുമിച്ച് കാണിച്ചതിന്റെ ഒരു ഗർവം ഞാൻ കാണിക്കും. ദാറ്റ് ഐ സോ ദാറ്റ് ലൈക്ക് ഐ കുഡ് സീ ദാറ്റ് ഹാപ്പനിങ് എന്നുള്ളത്. അപ്പൊ ഇവരൊക്കെ സിനിമ കണ്ടിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ വളരെ എന്റെ മീതെ കുറച്ച് ടഫാണ്. അപ്പോ ഈ രസമുള്ള ഫിൽം മേക്കേഴ്സിനെ കോൺസ്റ്റന്റ്ലി കാണുകയും എൻകൗണ്ടറിങ് ചെയ്യുന്നോണ്ട് ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമ എന്തായിരിക്കും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്. ദിസ് ഇസ് ഗോണ ബി എ വെരി ഹോണസ്റ്റ് സ്വീറ്റ് ഫിലിം. അത്രേ ഉള്ളൂ, വേറെ വാദങ്ങളൊന്നുമില്ല. ബിക്കോസ് ഞങ്ങൾ ഒരിക്കലും ആളെ ആ ക്യാരക്ടറിന് സ്റ്റേജ് ചെയ്യിക്കൊന്നും ചെയ്തില്ല. ഇറ്റ്സ് ജസ്റ്റ് എ 3-member ക്രൂ. സൗണ്ട് ചെയ്യണ ഒരു കുട്ടി ഹൃദ്യ രവീന്ദ്രൻ, ആള് SRFTയിൽ ഫൈനൽ ഇയർ പഠിക്കുക. ആൻഡ് ഗോപിക പ്രേം എന്ന് പറഞ്ഞിട്ട് എന്റെ സിനിമാറ്റോഗ്രാഫർ, ഷി ഹാസ് ബീൻ വർക്കിംഗ് ഫിലിം സെറ്റ്സിൽ സെക്കൻഡ് യൂണിറ്റ് ക്യാമറ ഒക്കെ ആയിട്ട്. ഞങ്ങള് 3 പെൺകുട്ടികൾ ചെന്നിട്ട് മാഷിന്റെ കൂടെ താമസം തുടങ്ങി. while we were living there and I was learning dance in between, and ഇതിന്റെയൊക്കെ ഇടയിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കുക്ക് ചെയ്ത് അടിച്ചുവാരി ആ ഒരു വളരെ ഉൾനാടൻ ഗ്രാമമാണ്. ആ ഗ്രാമത്തിലെ മാഷിന്റെ വീട്ടിലെ പണികളൊക്കെ എടുത്ത് മാഷിന് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അതിന്റെ ഇടയിൽ ഞങ്ങൾ ഇടയ്ക്ക് മാഷിന് കംഫർട്ടബിൾ ആവുമ്പോൾ ഷൂട്ട് ചെയ്യും. സോ ദാറ്റ് ഈസ് എ ഡിഫറെന്റ് പ്രോസസ് ഓൾ ടുഗെദർ. ഇത് നമ്മുടെ ഫിലിം മേക്കിംഗ് ഐഡിയയിലേ ഇല്ലാത്തൊരു സാധനമാണ്. Very inspiring. I was getting goosebumps when we were saying the process of ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവാം ആരെങ്കിലും ഒക്കെ. പക്ഷെ rather than നമുക്കൊരു ഒരു നേരത്തെ പറഞ്ഞ പോലെ വിസിബിലിറ്റിയോ അങ്ങനെയുള്ള തന്നെ ചേസ് ചെയ്യാതെ യു ആർ ഡൂയിങ് വാട്ട് organically what your mind takes you. So there is no pressure of making a film. അങ്ങനെ സ്വാഭാവികമായിട്ട് നമുക്കൊരു കഥ പറയണം. ഐ ഫീൽ ലൈക്ക് ടെല്ലിംഗ് ദ സ്റ്റോറി, ഇത് ഞാൻ പറയണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ മാത്രം അങ്ങനത്തെ. ബിക്കോസ് യു ഹാവ് ബീൻ വാച്ചിങ് ലോട്ട് ഓഫ് ഗുഡ് ഫിലിംസ്. അങ്ങനെ അതൊരു കരിയറായിട്ട് ബിൽഡ് ചെയ്യണം എന്നൊന്നും അങ്ങനെയൊന്നുമില്ല, വാശികളൊന്നുമില്ല. വെരി ഇംപ്രസീവ്. എനിക്കറിയാം അർച്ചനയുടെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ലൈക്ക് ഈവൻ ബാലൻ ഇറ്റ് സെൽഫ്. ഞാൻ അതിലേക്ക് ലിമിറ്റ് ചെയ്യാതിരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഐ നോ യു ആർ നോട്ട് ജസ്റ്റ് ബാലൻ, അല്ലെങ്കിൽ ആക്ടർ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ഈവൻ ആക്ടിവിസം. ഐ വോണ്ട് ടു ടോക്ക് ലോട്ട് അബൌട്ട് ദാറ്റ്. ഈവൻ ദോ യു ആർ നോട്ട് ലൈക്ക് വിസിബിലിറ്റിയുടെ കാര്യം പറഞ്ഞ പോലെ ആക്ടിവിസം ഫോർ ദ സേക്ക് ഓഫ് ആക്ടിവിസം യു ആർ നോട്ട് ആൻ ആക്ടിവിസ്റ്റ്. യു ആർ ബ്രേക്കിംഗ് ഓൾ ദോസ് ടെംപ്ലേറ്റ്സിനൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള. സോ ഐ വോണ്ട് ടു ടോക്ക് ടു യു ലോട്ട് മോർ. പീപ്പിൾ മൈറ്റ് ഫീൽ ലൈക്ക് ഇതെന്തൊരു ഭ്രാന്താണ് ഇങ്ങനെയൊക്കെ പോയിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു മനുഷ്യനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം 1 മാസം എന്നൊക്കെ പറയണത്. എനിക്ക് തോന്നുന്നില്ല അത് മനസ്സിലാക്കാനും അതൊരു
അത് വേറൊരു കാര്യമാണ്, അതെല്ലാവർക്കും പിടിയിട്ടില്ല. ഒരു കാര്യം കൂടി പരാശക്തിയെ കുറിച്ച് പറഞ്ഞു. സോ ഓഫ് കോഴ്സ് യുവർ ഓൺ പ്രോജക്ട് ഇസ് അപ്പാർട്ട് ഫ്രം ദാറ്റ്. ഇപ്പൊ അഞ്ജലി, അഞ്ജലിയുടെ അതിനുശേഷം ആ ഫിലിമിന്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. റീമയും പത്മപ്രിയമുള്ള സിനിമ, ഐ തിങ്ക് യു ഹാവ് വർക്ക്ഡ് ഇൻ ദാറ്റ് ആസ് വെൽ. Yeah. സോ അപ്പോ ആ വിശേഷങ്ങളൊക്കെ ഒരുപാട് സംസാരിക്കാനുണ്ട്. ബട്ട് ദെൻ ഓക്കെ, ഞാൻ ചോദിച്ചു വന്നത് ഫ്യൂച്ചർ പ്രോജക്ട്സിനെ കുറിച്ച്. ഫ്യൂച്ചർ പ്രോജക്ട്സ് ഇപ്പൊ ആക്ച്വലി ബിക്കോസ് ഐ എം ഡൂയിങ് ദിസ് ഫിലിം, ഈ ഒരു ഡോക്യുമെന്ററി ചെയ്യണോണ്ട്, ഈവൻ ഇഫ് ഇറ്റ്സ് ലൈക് വെൻ യു ലുക്ക് അറ്റ് ഇറ്റ്, അതിന്റെ ഒരു പ്രോസ്പെക്ട്സ് ഒക്കെ ചെറുതാണ്. പക്ഷെ നമ്മൾ അത്രയും ഹോണസ്റ്റ് ആയിട്ട് ചെയ്യണോണ്ട് ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് മീ. അപ്പൊ ശരിക്കും ഞാൻ അതിനകത്ത് ഫോക്കസ്ഡ് ആണ്. പിന്നെ ഡെഫിനറ്റ്ലി ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു മോർ ആക്ടിങ് പ്രോജക്ട്സ്. പക്ഷെ ഐ തിങ്ക് മെന്റലി ഐ എം സ്റ്റക്ക് ഹിയർ ഫോർ ദ ടൈം ബീങ് ഈ വർക്കിൽ. And if something interesting comes, I'll definitely go catch and do it. എളുപ്പല്ല കേട്ടോ. All the filmmakers I have worked with. ചെറിയ പണിയല്ല. Because the kind of effort that goes. അത് ഞാനൊരു ഡോക്യുമെന്ററി ചെയ്യാണ്. It's just a very comfortable crew and we are doing it from the heart. അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും അത് ഒരു ഭയങ്കര ഒരു മൾട്ടി ടാസ്കിങ്ങിന്റെ പീക്കാണല്ലോ നമ്മൾ ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ വേറെ കാര്യങ്ങളെ പറ്റി ആലോചിക്കുന്നില്ല. ബട്ട് ദർ ആർ പീപ്പിൾ ടോക്കിംഗ് ടു മീ. ആഡ്സ് ഒക്കെ മിക്കവാറും ആളുകൾ, ബിക്കോസ് ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ആഡ്സ്, മുംബൈ കാസ്റ്റിംഗ് ഏജൻസിക്കാരുടെ കയ്യിൽ എന്റെ എന്തോ അഡ്രസ് ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. അവരിടയ്ക്കിടയ്ക്ക് വിളിക്കും. സോ വിച്ച് ഇസ് ഗുഡ്. അത് അവർ പ്രോപ്പർ ഓഡിഷൻ ചെയ്യും. അപ്പൊ അതൊക്കെ വളരെ ടെക്നിക്കൽ ആയിട്ട് ഇപ്പൊ ചെയ്യണം. ഓഡിഷൻ ചെയ്തു കിട്ടിയില്ല അങ്ങനെയൊന്നുമില്ല. ഓഡിഷൻ വരുന്നു, ഓഡിഷൻ നമ്മൾ ചെയ്യുന്നു, കൊടുക്കുന്നു. അവരെടുത്തു, നമ്മൾ പോകുന്നു, പണിയെടുക്കുന്നു, തിരിച്ചു വരുന്നു. ഇല്ലെങ്കിൽ അങ്ങനെ. ബിക്കോസ് ഇപ്പൊ കുറെ നാൾ കഴിയുമ്പോൾ നമുക്കതൊരു പാറ്റേൺ പ്രാക്ടീസ് പോലെ ആവും. വിച്ച് ഇസ് ഗുഡ് ഐ തിങ്ക്. നമ്മൾ അങ്ങനെ ഇമോഷണലി ഹേർട്ട് ഒന്നുമല്ല. യു നോ ദർ ആർ അതർ റീസൺസ് ഫോർ നോട്ട് കാസ്റ്റിംഗ് യു. അങ്ങനെയുണ്ടല്ലോ. എസ്പെഷ്യലി ഐ ഹവ് സാറ്റ് ബിഹൈൻഡ് കാസ്റ്റിംഗ് പീപ്പിൾ. അപ്പം നമുക്കതറിയാം. ഫിൽം മേക്കേഴ്സിന്റെ കൂടെ ഇവരുടെയൊക്കെ കൂടെ തന്നെ വീണ്ടും വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് പിന്നെ അങ്ങനെ സംഭവിക്കണമല്ലോ. ബട്ട് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ബാലൻ റൈറ്റ് നൗ. അത് എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷം തരുന്നുണ്ട്. ആൻഡ് ഇറ്റ് വാസ് വർക്ക് സ്പേസ് എന്നുള്ള നിലയ്ക്ക് അതൊരു ഭയങ്കര രസമുള്ള അനുഭവമായിരുന്നു. അത് കൊള്ളാം. കുറെ നാളുകളായിട്ട് എനിക്ക് മലയാള സിനിമയിൽ നല്ല അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. Seriously, I have a lot of good experiences, so much respect coming in my way, and which I never expected. So it's good. It's feeling like really good. അപ്പം ഇനിയും നല്ല വർക്കുകളൊക്കെ വരും. എന്റെ കൂടെ വർക്ക് ചെയ്തവർക്കൊക്കെ അറിയാം ഞാൻ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന്. ഞാൻ തെളിയിച്ചു. I'm the most easiest person to work with. I completely submit to the director. എന്താ പറയണെന്ന് വെച്ചാൽ അത്. സോ അങ്ങനെ ഓപ്പൺ ആയിരിക്കുന്നത് കൊണ്ടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് that people whom I have worked with, they will definitely consider me എന്നുള്ളത്. സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ചെയ്യാം എന്നൊക്കെയുള്ള മൂഡിലിരിക്കണം. ബട്ട് മെന്റലി I am stuck in my work. It's a small film. I don't know അത് എത്ര പേര് കാണുന്ന പോലും. പക്ഷെ it's especially because it's on a great artist. ഭയങ്കര ഒരു ഗ്രാമത്തിലൊരു കർഷകനായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യൻ, അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു മനുഷ്യനാണ്. ബട്ട് ഈസ് എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. നമ്മൾ ക്ലാസിക്കൽ ആർട്ട് എന്നൊക്കെ പറഞ്ഞ് കാണുന്ന നമ്മുടെ കുറെ സ്റ്റീരിയോ ടൈപ്പുകളൊക്കെ പൊളിഞ്ഞു വീണ്, പക്ഷെ ഇതിന്റെയൊക്കെ പീക്കിൽ നിൽക്കുന്ന ഒരു വലിയ മനുഷ്യന്റെ കൂടെയുള്ള ഒരു ജേർണി. അതും ഓൾസോ ബിക്കോസ് ഇറ്റ് വാസ് തിയേറ്റർ, ഇറ്റ് ഈസ് ഓൾസോ ലേണിംഗ്. ഈസ് എ ഗ്രേറ്റ് ആക്ടർ ഇൻ ദാറ്റ് സെൻസ്. അപ്പം നമുക്ക് ഇതൊക്കെ ലേണിംഗ് പ്രോസസ്സാണ്. നമ്മുടെ എന്തോ ഒരു ക്യൂരിയോസിറ്റി അവിടെ ഉണ്ട്. മേ ബി ദാറ്റ് ഇസ് വൈ നമ്മൾ അങ്ങോട്ടേക്ക് അങ്ങനെയുള്ള ആളുകളെ കണ്ടുപിടിച്ച് പോണത്. But with all the experiences you have, you feel contented and you don't hurry to conquer anything. എല്ലാ ആശംസകളും. കാരണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അർച്ചന ചെയ്ത് കാണുമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഡെയിലി ഡോസ് ഓഫ് മോട്ടിവേഷൻ ആയി. All the best. I would also like to have like ഒരു നീണ്ട conversation with you someday. Okay, thank you. See all the wonder that connection brought. Come